എല്ലാ കൂട്ടുകാർക്കും ഓട്ടോമേഷൻ ഇഞ്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നു എങ്ങനെയാണ് പോസ്റ്റ്മാൻ ഡോക്യുമെൻറ്റേഷൻ യൂസ് ചെയ്ത് പോസ്റ്റ്മാൻ കളക്ഷൻ പോസ്റ്റ്മാൻ വർക്ക് സ്പേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് പോസ്റ്റ്മാൻ ഡോക്യുമെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചിരുന്നു. പക്ഷേ ആ ഡോക്യുമെൻറ്റേഷനിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു കളക്ഷൻ പോസ്റ്റ്മാൻ വർക്ക് സ്പേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാൻ ഞാൻ മറന്നുപോയിരുന്നു. സോ ആ കേസ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇമ്പോർട്ട് ചെയ്യുന്നത് കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സോ ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്ത ഒരു കളക്ഷൻ്റെ ലിങ്ക്. നമുക്ക് ഈ കളക്ഷൻ പോസ്റ്റ്മാൻ വർക്ക് സ്പേസിലേക്ക് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ എൻ്റെ പോസ്റ്റ്മാൻ വർക്ക് സ്പേസ് കാണിക്കാം. ഇപ്പം എൻ്റെ പോസ്റ്റ്മാൻ വർക്ക് സ്പേസ് നോക്കുമ്പോൾ രണ്ട് കളക്ഷനാണ് ഉള്ളത്. ഒന്ന് ജേസൺ സെർവർ കളക്ഷൻ, രണ്ടാമത്തത് റിക്വസ്റ്റ് കളക്ഷൻ. ഞാൻ ഒന്നുകൂടെ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത് ജേസൺ സെർവർ കളക്ഷനാണ്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി റൺ ഇൻ പോസ്റ്റ്മാൻ എന്നുള്ള ആ ബട്ടണെ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം പോസ്റ്റ്മാൻ ഫോർ വിൻഡോസ് ചൂസ് ചെയ്യുന്നു. പോസ്റ്റ്മാൻ ഫോർ വിൻഡോസ് എന്ന ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്ത് ഓൾറെഡി പോസ്റ്റ്മാൻ എൻ്റെ സിസ്റ്റത്തിൽ ഉള്ളതുകൊണ്ടാണ്. പോസ്റ്റ്മാൻ ഇല്ലാത്തൊരു കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റ്മാൻ ഫോർ വെബ് യൂസ് ചെയ്യാം. ഞാൻ പോസ്റ്റ്മാൻ ഫോർ വിൻഡോസ് ക്ലിക്ക് ചെയ്യുന്നു. ഓൾവേസ് അലോ കൊടുക്കുന്നു. അത് എനേബിൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഓപ്പൺ പോസ്റ്റ്മാൻ എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്യുന്നു. ഇമ്പോർട്ട് കളക്ഷൻ എന്നൊരു പോപ്പപ്പ് വന്നേക്കുന്നതായിട്ട് നമുക്ക് കാണാം. എങ്ങോട്ടാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ വർക്ക് സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ മൈ വർക്ക് സ്പേസിൻ്റെ കൂടെ ബാക്കിയുള്ള വർക്ക് സ്പേസും കൂടി ലിസ്റ്റ് ചെയ്താണ്. ഇപ്പം മൈ വർക്ക് സ്പേസ് മാത്രമേ ഇവിടെ ഈ എൻ്റെ വർക്ക് സ്പേസിനകത്തുള്ളൂ. സോ ഞാൻ മൈ വർക്ക് സ്പേസ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്യുകയാണ്. ശേഷം ഇമ്പോർട്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ജേസൺ സെർവർ കളക്ഷൻ എന്നുള്ള രണ്ട് കളക്ഷൻ നമ്മുടെ പോസ്റ്റ്മാൻ വർക്ക് സ്പേസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാം. മുകളിലുള്ള അതേ ഡീറ്റെയിൽസ് തന്നെയാണ് താഴെയും വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് പോസ്റ്റ്മാൻ ഡോക്യുമെൻറ്റേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഒരു കളക്ഷൻ നമ്മുടെ വർക്ക് സ്പേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഈ ലിങ്ക് യൂസ് ചെയ്ത് ആർക്കും ഒരു പർട്ടിക്കുലർ കളക്ഷൻ്റെ ഡീറ്റെയിൽസ് അവരവരുടെ വർക്ക് സ്പേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. കൂടാതെ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടെ ഈ ചാനൽ ഒന്ന് സർക്കുലേറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.